ശ്രീ സി എച്ച് കുഞ്ഞമ്പു, അങ്ങേക്ക് 10 മിനിറ്റ്. സർ, ബാലഗോപാലൻ കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രി സഭയിൽ അവതരിപ്പിച്ച ബജറ്റ്, ആ ബജറ്റ് പ്രസംഗം കേട്ടപ്പോൾ കേരളത്തിലെ ജനങ്ങൾ സന്തോഷിക്കുകയും കൈയടിക്കുകയും ചെയ്തു. കേരളം മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള മലയാളികളും അത് കേട്ട് സന്തോഷിച്ചു. ഒരാധുനിക വികസിത കേരളം, നവകേരളം പടുത്തുയർത്തുന്നതിൽ വേഗത പകരുന്ന ഒരു ബജറ്റാണ് ബാലഗോപാൽ ഇവിടെ അവതരിപ്പിച്ചത്. തൊട്ടടുത്ത ദിവസം കേന്ദ്രത്തിൻ്റെ ബജറ്റ് വന്നു, നിർമ്മല ബജറ്റ്. അത് കേരളത്തെ നിരാശപ്പെടുത്തിയ ഒരു ബജറ്റാണ്. കേരളം എന്നൊരു വാക്ക് പോലും ആ ബജറ്റ് ഉണ്ടായിരുന്നില്ല. ഒറ്റ പദ്ധതി പോലും കേരളത്തിന് തന്നില്ല. എത്രയോ കാലമായി കേരളം ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു പദ്ധതി പോലും പരാമർശിച്ചു പോലുമില്ല. എന്നാൽ കേരളത്തിലെ ബജറ്റ് കൊച്ചുകുട്ടികൾ മുതൽ വയോജനങ്ങൾ വരെയുള്ള എല്ലാവരെയും ചേർത്ത് പിടിച്ചു. തൊഴിലാളികൾ മുതൽ കർഷകർ വരെയുള്ള, സംസ്ഥാന സർക്കാർ ജീവനക്കാർ വരെയുള്ള എല്ലാവരെയും ആ ബജറ്റ് ചേർത്ത് പിടിച്ചു. ഇതാണ് സർ രണ്ട് ബജറ്റുകൾ തമ്മിലുള്ള ഏറ്റവും മൗലികമായ വ്യത്യാസം. കേരള സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച് പ്രതിപക്ഷം പറയുന്നത് തകർന്നുകൊണ്ടിരിക്കുകയാണ് കേരളം, സാമ്പത്തികമായി കേരളം ഞെരുക്കത്തിലാണ്, സാമ്പത്തികമായി കേരളം തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അവർ പ്രചരിപ്പിക്കുന്നത്. കടക്കണിയിലാണ് കേരളം എന്നാണ് അവർ പ്രചരിപ്പിക്കുന്നത്. എന്താണ് സർ യാഥാർത്ഥ്യം? കേരള സമ്പദ് വ്യവസ്ഥ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ്. കേന്ദ്രം എല്ലാ തരത്തിലും സാമ്പത്തികമായി കേരളത്തെ ഞെരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ, രാഷ്ട്രീയമായ കാരണങ്ങളാൽ കേരളത്തിന് അർഹതപ്പെട്ടതെല്ലാം നിഷേധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേരളം എങ്ങനെയാണ് സർ പിടിച്ചു നിൽക്കുന്നത്? അത് ധനമന്ത്രി കൃത്യമായി കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ബജറ്റിലും അത് പ്രതിപാദിച്ചിട്ടുണ്ട്. ഒന്ന്, നികുതി വരുമാനം, തനത് നികുതി വരുമാനം പരമാവധി വർദ്ധിപ്പിച്ചു. നികുതിയേതര വരുമാനവും നല്ല തോതിൽ വർദ്ധിപ്പിച്ചു. ഈ വരുമാനമാണ് സർ കേരളത്തിലെ ഇതുവരെയുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും അടിത്തറയായിട്ടുള്ളത്. അതായത് ഈ ധനമാണ് ഏറ്റവും പ്രധാനമായും കേരളത്തിൻ്റെ വികസനം ഉപയോഗിച്ചത്. കേന്ദ്രത്തെ മാത്രം കാത്തു നിൽക്കുകയും കേന്ദ്രം നൽകാതിരിക്കുമ്പോൾ കൈമലർത്തുകയും അല്ല കേരളം ചെയ്തത്. കേരളം കുതിച്ചു മുന്നേറുകയാണ് ചെയ്തത്. ഈ ബജറ്റിൽ വിദ്യാഭ്യാസ രംഗത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഡിഗ്രി തലം വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമാക്കിയെന്നാണ്. ലോകത്തെവിടെയാണ് സർ വിദ്യാഭ്യാസം സൗജന്യമാക്കിയിരിക്കുന്നത്? പൊതുവിദ്യാലയങ്ങളെല്ലാം അടച്ചുപൂട്ടുകയും അൺഎയ്ഡഡ് സ്കൂളുകൾക്കും കോളേജുകൾക്കും അനുമതി കൊടുക്കുകയും അത് തഴച്ചു വളരുകയും ചെയ്യുന്ന നമ്മുടെ രാജ്യത്ത് കേരളമാണ് പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിച്ചത്. പിണറായി സർക്കാർ വന്നില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം എന്നത് നമുക്കറിയാമല്ലോ. മുമ്പത്തെ കാര്യങ്ങൾ നോക്കിയാൽ 2500 സ്കൂളുകൾ പൂട്ടണമെന്ന് തീരുമാനിച്ച ഈ കേരളത്തിൽ ഒറ്റ വിദ്യാലയം പോലും പൂട്ടില്ല എന്ന് പ്രഖ്യാപിക്കുകയും എല്ലാ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും വളർത്തിക്കൊണ്ടുവരികയും ചെയ്ത് അതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളും എല്ലാം ചെയ്തു കൊടുത്ത ആരാണ്? കേരളത്തിലെ പിണറായി സർക്കാരാണ്. ഇന്ന് വിദ്യാഭ്യാസ രംഗത്ത് ഈ ബജറ്റ് പ്രധാനമായും നൽകുന്നത്, ഒന്ന്, ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനത്തിലുള്ള സ്കോളർഷിപ്പ് ഏർപ്പെടുത്തി. അതുപോലെ തന്നെ ഹൈസ്കൂൾ തലം, ഹയർ സെക്കൻഡറി തലം വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തി. ഇത് വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും നൂതനമായ, നാം കൈവരിച്ചുകൊണ്ടിരിക്കുന്ന നേട്ടങ്ങൾക്ക് ഒന്നുകൂടി ആ നേട്ടങ്ങളെ വികസിപ്പിച്ചെടുക്കുന്ന ഏറ്റവും ആധുനികമായ ചില സമീപനങ്ങളാണ് ഇപ്പോൾ ഈ രംഗത്ത് എടുത്തിരിക്കുന്നത്. എന്താണ് സാർ ആരോഗ്യ മേഖല? കേരളത്തിലെ പൊതുജനാരോഗ്യം ഇന്ത്യയിലാകെ ഏറ്റവും മികച്ചതാണ്, നമ്പർ 1 ആണ്. ലോകത്തിൻ്റെ മുന്നിൽ തന്നെ കേരളത്തിലെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് പറയുന്നത് ഏറ്റവും മികച്ചതാണ് എന്നാണ്. പാശ്ചാത്യ മുതലാളിത്ത രാജ്യങ്ങളിൽ പോലും ഡോക്ടറൊന്നും അങ്ങനെ കണ്ടുകിട്ടാനൊന്നും പോകുന്നില്ല. ഇന്ന് രോഗം ബാധിച്ച 1 മാസം 2 മാസം കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണാൻ പറ്റും. അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്ന് കഴിച്ചു നോക്കിയിട്ട് വേണം ഡോക്ടറെ കാണണമെങ്കിൽ. ഇവിടെ നമുക്ക് ഡോക്ടറെ കാണാം, മരുന്ന് കിട്ടും, എല്ലാം സൗജന്യമാണ്. ഇപ്പോൾ ആരോഗ്യ മേഖലയ്ക്ക് 2500 കോടി രൂപയാണ് ഇത്തവണ വെച്ചിരിക്കുന്നത്. നിലവിൽ തുടരുന്ന എല്ലാ സൗജന്യങ്ങളും തുടരും.
പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള എല്ലാ സംവിധാനങ്ങളെയും ശക്തിപ്പെടുത്തുന്നു. കേരളത്തിൽ ഒരാൾക്കും ചികിത്സ കിട്ടാതെ ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്നതാണ് ബാലഗോപാലിൻ്റെ ബജറ്റ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ പശ്ചാത്തല മേഖല എടുത്തു. പശ്ചാത്തല മേഖലയിൽ UDF സർക്കാരിൻ്റെ കാലം പോലെയാണോ ഇന്നത്തെ അവസ്ഥ? നമ്മുടെ നാഷണൽ ഹൈവേ, നമ്മുടെ മലയോര ഹൈവേ, നമ്മുടെ തീരദേശ ഹൈവേ, ഇതെല്ലാം അതിലൊരു ഘട്ടം പൂർത്തീകരിച്ചു കഴിഞ്ഞു. അല്പം കുറച്ച് ബാക്കിയുണ്ട്. അതിന് പല തടസ്സങ്ങളുമ്പോൾ കുറച്ച് ബാക്കിയുണ്ട്. നാഷണൽ ഹൈവേയുടെ ഒന്നാം ഘട്ടം തലപ്പാടി മുതൽ ചെർക്കള വരെയുള്ള 39 കിലോമീറ്റർ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഉദ്ഘാടനത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അതിമനോഹരമായ റോഡ്. മുമ്പ് കാസർഗോഡ് നിന്ന് മംഗലാപുരത്തേക്ക് പോകാൻ 1.5 മണിക്കൂർ വേണമെങ്കിൽ ഇപ്പോൾ 35 മിനിറ്റ് കൊണ്ട് കാസർഗോഡ് നിന്ന് മംഗലാപുരത്തേക്ക് എത്താൻ കഴിയത്തക്ക നിലയിലാണ് ആ റോഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നല്ലോ അതിവേഗ റെയിൽ. ഈ കേരളത്തിൻ്റെ വികസനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഈ പശ്ചാത്തല സൗകര്യങ്ങളുടെ കൂട്ടത്തിൽ അതിവേഗ റെയിൽ. ആരാണ് സർ അത് ഇല്ലാതാക്കിയത്? കേന്ദ്ര ഗവൺമെൻറ് അനുമതി തരാതിരിക്കാൻ ഇവിടുത്തെ UDFും BJPയും ഒരു കാരണക്കാരായിരുന്നില്ലേ? UDF ആ നിലപാടെടുക്കാൻ പാടുണ്ടോ? ഇപ്പോഴെന്താ പറഞ്ഞത്? ആവാം. ഇപ്പോൾ പുതിയത് വന്നപ്പോൾ അത് ഇല്ലാതായി, പുതിയത് വരുമ്പോൾ ആവാം. എന്നിട്ട് കേന്ദ്രം പണം തന്നോ? ഇപ്പോഴാവാമെന്ന് പറഞ്ഞവർ എന്തേ പഴയത് ആവില്ല എന്ന് പറഞ്ഞത്? ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൻ്റെ വികസനത്തിൽ എല്ലാത്തിനും തടസ്സം നിൽക്കുക എന്ന നിലപാടാണ് UDF എടുത്തത് എന്ന് നമുക്കറിയാം. ക്ഷേമ പദ്ധതികൾ ഈ ബജറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 62 ലക്ഷം പേർക്ക് 2000 രൂപ തോതിൽ പെൻഷൻ, അതിന് 14,500 കോടി രൂപ മാറ്റിവെച്ചു. സ്ത്രീ സുരക്ഷാ പെൻഷൻ വീട്ടമ്മമാർക്ക് ഇപ്പോൾ പിങ്ക് കാർഡും മഞ്ഞ കാർഡുമാണെങ്കിൽ ഭാവിയിൽ എല്ലാ വീട്ടമ്മമാർക്കും, അർഹതപ്പെട്ട എല്ലാ വീട്ടമ്മമാർക്കും നൽകാനുള്ള പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതിയിലൂടെ വരാൻ പോകുന്നത്. ആശാ വർക്കർമാർ മുതൽ അംഗൻവാടി വർക്കർമാർ വരെയുള്ള പാചകത്തൊഴിലാളി വരെയുള്ള എല്ലാവർക്കും ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുത്തു. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ ജനസംഖ്യയുടെ 30% ചേർത്ത് നിർത്തി 1 കോടിയോളം ആളുകൾക്കുള്ള ആനുകൂല്യങ്ങൾ ഈ സംസ്ഥാന സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് കേരളം ദാരിദ്ര്യമില്ലാത്ത, പട്ടിണിയില്ലാത്തൊരു സംസ്ഥാനമായി മാറിയത്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം നമ്മുടെ സംസ്ഥാനം നടത്തി. ലോകമാകെ കേരളത്തെ വാഴ്ത്തി. ഇതിനു മുമ്പ് ലോകത്ത് ചൈന മാത്രമാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്തത്. ഇപ്പോൾ കേരളം എന്ന ഈ കൊച്ചു സംസ്ഥാനം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്തപ്പോൾ സംസ്ഥാനം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും മാതൃകയായി, ലോകത്തിനും മാതൃകയായി. കേന്ദ്ര ഗവൺമെൻറ് തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിച്ചു. കേന്ദ്ര ഗവൺമെൻറ് പുതിയ ഭേദഗതിയിലൂടെ തൊഴിലുറപ്പ് പദ്ധതി എന്ന ആ ഒരു പാവപ്പെട്ട ജനങ്ങൾക്കുള്ള ആശ്രയത്തെ തന്നെ ഇല്ലാതാക്കാനാണ് നോക്കിയത്. പക്ഷേ സംസ്ഥാന ഗവൺമെൻറ് തൊഴിലുറപ്പ് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായ സപ്പോർട്ട് നൽകി. 1000 കോടി രൂപയാണ് അതിനുവേണ്ടി നീക്കിവെച്ചത്. കേന്ദ്രത്തിൻ്റെ ബജറ്റ് വന്നപ്പോഴോ ആ ബജറ്റ് തൊഴിലുറപ്പിൻ്റെ പദ്ധതിയിൽ തുക കുറയ്ക്കുകയാണെങ്കിൽ ചെയ്തതിൽ കേരളം അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കേന്ദ്ര ബജറ്റിൽ നമ്മൾ ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു, നേരത്തെ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഒരു കാര്യം പോലും അനുവദിച്ചു തന്നിട്ടില്ല. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തനത് കഴിവ് കൊണ്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതൊന്നും അനുവദിക്കില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഞങ്ങളൊന്നും നടത്താൻ വിടില്ല. ഈ ബജറ്റിൽ പറഞ്ഞ ഒരു കാര്യവും ഞങ്ങൾ നടപ്പിലാക്കില്ല. സർക്കാർ ജീവനക്കാരുടെ ശമ്പള വർദ്ധനവിന് വേണ്ടിയുള്ള കമ്മീഷനെ പോലും ആ റിപ്പോർട്ട് പോലും ഞങ്ങൾ അംഗീകരിക്കില്ല. ചുരുക്കി പറഞ്ഞാൽ ഒരു കാര്യവും നടത്താൻ ഞങ്ങൾ വിടില്ല എന്നാണ് അവർ പറയുന്നത്. ഇതിനിടെ ഞങ്ങൾ ഗൃഹസന്ദർശനത്തിന് പോയപ്പോൾ ഒരു കോൺഗ്രസ് നേതാവ് ഞങ്ങളോട് പറയുണ്ടായി, വലിയ നേതാവാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ പെൻഷൻ വാങ്ങുന്ന ആളാണ്, UDF അധികാരത്തിൽ വന്നാൽ പെൻഷൻ തരൂല. അന്നും പറയും അങ്ങനെ ഞങ്ങളതിന് വേണ്ടിയിട്ട് ഒരു ധവളപത്രം ഇറക്കും നിയമസഭയിൽ. എന്നിട്ട് പിണറായി വിജയൻ എല്ലാം കട്ടുകൊണ്ടുപോയി. പിണറായി വിജയനാണ് കേരളത്തെ തകർത്ത് സാമ്പത്തികമായി, അതുകൊണ്ട് തരാൻ നിർവാഹമില്ല എന്ന് പറയും. മാതൃഭൂമിയും മനോരമയും ഞങ്ങൾക്ക് ആവശ്യമായ സഹായവും ചെയ്യും. അതുകൊണ്ട് അന്ന് പിണറായി തന്നെയായിരിക്കും കുറ്റക്കാരൻ എന്നാണ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത്. ഇതാണ് സർ കേരളത്തിൽ നടക്കുന്ന പ്രചരണങ്ങൾ. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. മതമാണ് പ്രശ്നമെന്ന് ഒരു ലീഗ് നേതാവ് പ്രസംഗിച്ചു. അതിനെതിർത്ത് ഒരു ലീഗുകാരും ഒന്നും പറയുന്നത് കേട്ടില്ല. ബാലഗോപാലൻ തൻ്റെ ബജറ്റിൽ ഒരു കാര്യം പറഞ്ഞു,
എത്രയോ കാലമായി കേരളം മുഴക്കുന്ന ഒരു മുദ്രാവാക്യമുണ്ട്, മതമല്ല 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 പ്രശ്നം, എരിയുന്ന വയറിൻ്റെ തീയാണ് പ്രശ്നം. അതാണ് സർ ഈ ബജറ്റിലൂടെ ബാലഗോപാലൻ മുന്നോട്ട് വെച്ചത്. പാവപ്പെട്ട ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക്, തൊഴിലാളികൾക്ക്, വിദ്യാർത്ഥികൾക്ക്, മറ്റ് നാനാവിഭാഗം ജനങ്ങൾക്ക് അവർ പട്ടിണിയില്ലാതെ കഴിഞ്ഞു പോകാൻ ആവശ്യമായ നിലപാട്, വർഗീയതയിലേക്ക് നമ്മുടെ കേരളീയ സമൂഹത്തെ കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്നതാണ് നമ്മുടെ ഈ ബജറ്റിലൂടെ വന്നത്. ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം സർ. ലോകത്തിൻ്റെ ടൂറിസം ഭൂപടത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു സ്ഥലമാണ് സർ ബേക്കൽ. 10,000-കണക്കിന് ടൂറിസ്റ്റുകൾ, ആഭ്യന്തര ടൂറിസ്റ്റുകളും വിദേശ ടൂറിസ്റ്റുകളും കേരള ബേക്കലിലേക്ക് ഒഴുകിയെത്താറുണ്ട്. ആ ബേക്കലിൽ എയർ സ്ട്രിപ്പ് എന്നൊരു ആശയം നേരത്തെ മുന്നോട്ട് വച്ചതാണ്. ആ എയർ സ്ട്രിപ്പ് നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വരണം. ബേക്കലിൻ്റെയും കേരളത്തിൻ്റെയും ടൂറിസം വികാസത്തിന് അത് അത്യന്താപേക്ഷിതമാണ്. ഈ ബജറ്റിൽ ഒരു സൂചന നൽകിയിട്ടുണ്ട്. എയർ സ്ട്രിപ്പ് നടപ്പിലാക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ബജറ്റിനെ അനുകൂലിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു.